എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഭവം ഒരു പനീർ മസാല ദോശ. അതിനായി അല്പം പനീർ, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു സവാള, മല്ലിയിലയോ കറിവേപ്പിലയോ, അല്പം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയൊക്കെ തന്നെ ഒരു ബൗളിലേക്ക് ചേർത്ത് പനീർ നന്നായി കൈവച്ച് പൊടിച്ച് ചേർക്കണം. പിന്നീട് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ തന്നെ ചേർത്ത് ഒരു പനീർ മസാല ഉണ്ടാക്കി വെക്കണം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇഞ്ചിയും കറിവേപ്പിലയും അല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ദോശ ഒന്ന് നമ്മൾ കല്ലിൽ പരത്തിയെടുത്ത് അല്പം നെയ്യ് കൂടി തൂവി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒരു വശത്തായി ഈ പനീർ മസാല വെച്ച് മറുവശം മടക്കി തിരിച്ചും മറിച്ചും ഒന്ന് മുരിച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായ പനീർ മസാല ദോശ തയ്യാറായി. പനീർ കഷ്ണങ്ങളായി കറി വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്താലോ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ പനീർ പൊടിച്ച് വെജിറ്റബിൾസും കൂടി ചേർത്ത് മസാല ദോശയാക്കി ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ മസാല ഒന്ന് എണ്ണയിൽ വഴറ്റി എടുത്ത് വേണമെങ്കിലും മസാല ദോശ ഉണ്ടാക്കി എടുക്കാം. ഞാനിവിടെ വഴറ്റാതെയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.